ഹായ് ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തിലുള്ള ആഴിമല ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. കുറച്ച് ഭാഗം ഇതിൽ യാത്ര തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഫോട്ടോഗ്രാഫി വളരെയധികം നിയന്ത്രിച്ചിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പോയുള്ള കൂടുതൽ പിക്സ് ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം 27ഓളം കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് എത്താൻ. അത് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്തിനോട്, വിഴിഞ്ഞം ഹാർബറിലെ ആ സ്ഥലത്തിനോട് ഏകദേശം അടുത്താണ് കിടക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്നാണെങ്കിൽ ഏകദേശം 8 കിലോമീറ്ററോളമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ആഴിമല ശിവക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവനാണ്. ഒപ്പം മഹാഗണപതിയും ശ്രീ പാർവതി ദേവിയുമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുളുങ്കുടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം പണ്ടിവിടെ ചീറ്റപ്പുലികൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാണ്ഡവ വനവാസ കാലത്ത് അവർ ഈ ക്ഷേത്ര പരിസരത്ത് വസിച്ചിരുന്നു എന്നൊക്കെ ഐതിഹ്യം പറയുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷ ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, 58ഓളം അടി 18 മീറ്ററോളം ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മഹാദേവൻ്റെ പ്രതിഷ്ഠയാണ്. കോൺക്രീറ്റ് ശില്പമാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു കയ്യിൽ ഡമരുവും ചതുർഭുജം ആണ് ഇവിടെ മഹാദേവനുള്ളത്. അതായത് ഒരു കയ്യിൽ ഡമരു, മറ്റൊരു കയ്യിൽ ത്രിശൂലം, വേറൊരു കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ രൂപത്തിലാണുള്ളത്. ഇവിടെ ഗംഗാദേവിയെ മോചിപ്പിക്കുന്ന ഒരു രൂപകൽപ്പനയാണ് ഈ ശില്പത്തിലുള്ളത്. കടലിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഈ പ്രതിമയുടെ ആലേഖനമുള്ളത്. ചതുർബാഹിയാണ് ഇവിടെ മഹാദേവൻ എന്ന് പറയുന്നത് ആദിയും അന്തവും ഒന്നും തന്നെ നമുക്ക് പറയാനാവാത്ത ഒരു പ്രതിഷ്ഠാഭാവമാണ്. ധാരാളം തൊട്ടിലുകൾ ഇവിടെ വന്ന് ആൾക്കാർ ഇടാറുണ്ട്, കുട്ടികളില്ലാത്തവരൊക്കെ. അപ്പോൾ ഇവിടെ മൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചന, അങ്ങനെയുള്ള പലതരത്തിലുള്ള പൂജകൾ നമുക്കിവിടെ നടത്താവുന്നതാണ്. തമിഴ്നാടിൻ്റെ ശില്പകലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ അധികാരം അവിടുത്തെ ക്ഷേത്രം ട്രസ്റ്റിനാണ്. ഈ പ്രതിമ കണ്ടാൽ തന്നെ നമുക്ക് ഈ ക്ഷേത്രഭൂമിയിലെത്തിയാൽ തന്നെ വല്ലാത്ത ഒരു സന്തോഷമാണ് മനസ്സിന് അനുഭവപ്പെടുന്നത്. ചതുർബാഹിയായ ഈ ഭഗവാന്റെ അനന്തമായ രൂപം കാണുമ്പോൾ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒരു വല്ലാത്ത ഒരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. സന്തോഷത്തിലേറെ സമാധാനം. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഓരോ തെറ്റുകളെക്കുറിച്ചും നമ്മളിവിടെ മാപ്പ് പറഞ്ഞാണ് ഞാൻ മടങ്ങിയത്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനു വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഭൂപ്രകൃതിയാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്ര ഭൂമിയാണ് ആഴിമല ശിവക്ഷേത്രം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണേണ്ടതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ കടലിലേക്ക് പതിക്കുന്ന ആ ഒരു കാഴ്ച മനസ്സിന് വളരെയേറെ കുളിർമേകുന്നതായിരുന്നു. അതുപോലെ പിന്നെ പറയാനുള്ളത് PS ദേവദത്തൻ എന്ന് പറഞ്ഞ ഒരു മഹാനായ വ്യക്തിയാണ് ഈ കോൺക്രീറ്റ് ശില്പം, മഹാദേവൻ്റെ ചതുർബാഹിയായിട്ടുള്ള ഈ ശില്പം ഇവിടെ പണിതീർത്തത്. 2011 തുടങ്ങി 2020 ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ആർക്ക് വരാൻ സാധിച്ചാലും അതൊരു പുണ്യമായി തന്നെ നമുക്ക് തോന്നും. അപ്പോൾ വീണ്ടും കാണാം. ഹര ഹര മഹാദേവ.